ഇതൊക്കെ കേൾക്കുമ്പോൾ നിധി പറയും, ഞാൻ കരുതിയതേ എനിക്ക് വേണ്ടി സുധീഷ് ഒരു ത്യാഗം ചെയ്യായിരുന്നു എന്നാ. സുധീഷിന് എന്നോട് ഇത്ര ഇഷ്ടമുള്ളത് എനിക്കറിയില്ലായിരുന്നു. സുധീഷ് പറയും, ഈ ഇന്ത്യൻ മഹാസമുദ്രത്തോളം എനിക്കിഷ്ടമാണ്. നിധി പറയും, ഇത് അറബിക്കടലാ. സുധീർ പറയും, ഏത് കടലായാലും ഈ കടലോളം ഇഷ്ടമാണ്. നിധിയും ഉള്ളിലുള്ള സ്നേഹം പറയാൻ തുടങ്ങുകയാണ്. പക്ഷേ ഇതൊക്കെ സുധീഷ് തൊട്ടു മുന്നിൽ നിന്ന് കാണുന്ന സ്വപ്നമാണ്. നിധി പിറകുന്ന് സുധീഷെ സുധീഷെ എന്ന് വിളിക്കുമ്പോൾ സുധി ആ സ്വപ്നത്തിൽ നിന്ന് ഉണരും. നിധി സുധിയോട് വാ പോവാമെന്ന് പറയും. അവർ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ രണ്ട് കാമുകന്മാർ വഴക്കിടുന്നത് കാണും. കാമുകനായ ആൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോൾ ഫ്രണ്ടാണെന്നോ? നീ ശരിക്കും എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. അവൾ പറയും, ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നിങ്ങളെ ഫ്രണ്ടായിട്ട് മാത്രമാണ് കരുതിയിട്ടുള്ളത്. സുധീഷ് പറയും, ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എടാ സതീഷേ. നിധിയോട് പറയും, ഇതെൻ്റെ ഫ്രണ്ടാ സതീഷ്. സുധിയും നിധിയും അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സതീഷിനോട് പറയും, എടാ സതീഷേ, നീയോ എത്ര കാലമായിട്ടാ കണ്ടിട്ട്, എന്താ ഇവിടെ പ്രശ്നം? വാ നമുക്ക് അപ്പുറത്തോട്ട് മാറി നിന്ന് സംസാരിക്കാം. അവർ നാലുപേരും കൂടി തൊട്ടപ്പുറത്ത് പോയിട്ട് ഇരിക്കുകയാണ്. സതീഷ് കാര്യങ്ങളൊക്കെ പറയും. അവരൊന്നിച്ച് ജോലി ചെയ്യുന്നവരാ. അവളെ കുറേ കാലമായിട്ട് ഇഷ്ടമാണ്. ഇപ്പോൾ അവളോട് ഇഷ്ടം തുറന്നു പറയാൻ നോക്കിയപ്പോഴോ അവൾക്ക് ഇഷ്ടമല്ല പോലും. അവൾക്ക് വീട്ടിൽ വേറെ ആലോചനകളൊക്കെ വരുന്നുണ്ട്. അവൾ കുറച്ച് കാശുള്ള വീട്ടിലെ കുട്ടിയാണ്. ഞാനങ്ങനെയല്ലല്ലോ. ആ കുട്ടി പറയും, ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴും സുധിയുടെ മനസ്സിലേക്ക് വരുന്നത്, സുധിയുടെ അതേ അവസ്ഥയിലാണല്ലോ സതീഷ് നിൽക്കുന്നതെന്നാ. സുധീഷിന് ഇതിൽ ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. അവൾ ഓരോ മറുപടി പറയുമ്പോഴും അത് നിധി പറയുന്നത് പോലെ സുധിക്ക് തോന്നുന്നത്. സതീഷ് നിധിയോട് ചോദിക്കും, കുട്ടി പറ, നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങളാണ് ഇങ്ങനെ സിറ്റുവേഷനിലെങ്കിൽ എന്താ ചെയ്യുക? നിധിയും ആ പെൺകുട്ടിയെ അനുകൂലിച്ച് പറയണം, ഇഷ്ടമില്ലാത്ത ഒരാളെ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നത്? ഞാൻ നിങ്ങളെ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതന്നേ ഉള്ളൂ. സുധീഷും അവനോട് പറയും, ഇഷ്ടമില്ലെങ്കിൽ വിട്ടേക്കടാ, അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ തിരിച്ചു വരും. അതും പറഞ്ഞ് സുധീഷിനെ അവിടുന്ന് പറഞ്ഞയക്കാണ്. ആ പെൺകുട്ടിയും അവിടുന്ന് പോകും. സുധീഷ് മനസ്സ് പറയും, സതീഷിൻ്റെ അവസ്ഥ തന്നെ വരും എനിക്കും. അതുകൊണ്ട് നിധി എന്നെ ഇഷ്ടമാണെന്ന് പറയണം. നിധി ചോദിക്കും, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? സുധി പറയും, അത് നാളെ കോടതി പോകാനുള്ളതല്ലേ, അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ടെന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാ. നിധി പറയും, എന്തിനാ എനിക്ക് ടെൻഷൻ? കോടതി പോയി അത് കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം കിട്ടിയേനെ. നികേഷും സുഭാഷും ഡൈനിങ് ഹാളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹരീഷ് അങ്ങോട്ട് വന്ന് ചോദിക്കും, എന്താ ഇങ്ങനെ നിൽക്കുന്നത്? സുഭാഷ് പറയും, നിധിയും സുധി ഇതുവരെ വന്നിട്ടില്ല, അവനിന്ന് ഇഷ്ടം പറയാൻ പോയതാ. ഹരീഷ് ചോദിക്കും, അതിന് സുഭാഷ് ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്? അതല്ലടാ, അവളെങ്ങാനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവനാകെ തകർന്നു പോകും. ആ സമയത്ത് നിധിയും സുധിയും അങ്ങോട്ട് വരികയാണ്. സുധി പറയും, വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. നിധി പറയും, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിധിയോട് സുഭാഷ് ചോദിക്കും, സുധീഷ് എങ്ങോട്ടാണ് കൂട്ടി കൊണ്ടുപോയത്? സുധീഷ് പറഞ്ഞു, നാളെ കോടതിയിൽ പോകാനുള്ളതല്ലേ, അതുകൊണ്ട് ടെൻഷൻ വേണ്ടാന്ന് പറഞ്ഞ് ബീച്ചിൽ പോയി. അതും പറഞ്ഞ് നിധി അങ്ങ് പോകും. നികേഷ് ഹരീഷിനോട് പറയും, ഇന്നും ഒന്നും നടന്നില്ല. രാത്രി കിടക്കാൻ വേണ്ടി പായ വിരിക്കുകയാണ് നികേഷും ഹരീഷും കൂടെ. ആ സമയത്ത് സുധീഷ് അങ്ങോട്ട് വരും. സുധീഷ് വരും, നന്നായിട്ടൊക്കെ കിടന്നുറങ്ങ്. സുഭാഷ് സുധീഷിനോട് വയ്ക്കും, എന്ത് പറ്റിയടാ? ആ, ഇപ്പോഴെങ്കിലും ചോദിക്കാൻ തോന്നിയല്ലോ. ഞാൻ എത്ര നേരം ആ റൂമിൽ കിടന്നു, ഒരാൾക്കെങ്കിലും അങ്ങോട്ട് വരാൻ തോന്നിയോ? ഞാൻ എന്തെങ്കിലും കഴിച്ചോന്നെങ്കിലും ചോദിച്ചോ? ഹരീഷ് പറയും, ഈ വീട്ടിലതിന് അങ്ങനെ ഒരു പതിവില്ലല്ലോ. നികേഷ് പറയും, ഞാനൊരു ദിവസം പനിച്ച് കിടന്നല്ലോ, എന്നിട്ട് എന്നെ ഇട്ടേച്ച് പോയ ആളാ സുധീഷേട്ടൻ. സുധീഷേട്ടൻ അങ്ങനെ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇവിടെ? സുധീഷിന് അതിന് മറുപടി ഉണ്ടാവില്ല. സുധീഷ് ഒന്നും പറയാതെ അവരെ ഇങ്ങനെ നോക്കും.